ശിവകാർത്തികേയനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കിയ ചിത്രമായിരുന്നു അമരൻ. മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 300 കോടിക്ക് മുകളിലാണ്. ഈ സിനിമയ്ക്ക് ശേഷം ധനുഷിനെ നായകനാക്കി ഒരു ചിത്രം രാജ്കുമാർ പ്രഖ്യാപിച്ചിരുന്നു. ചിത്രത്തിൽ മമ്മൂട്ടിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ജേർണലിസ്റ്റായ വെങ്കി. മമ്മൂട്ടി സാർ കഥ കേട്ട് ഉടനെ ഓക്കെ പറഞ്ഞു. മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾക്കെല്ലാം തമിഴ് വളരെയധികം ഇഷ്ടമാണ്. മമ്മൂട്ടിക്കും അങ്ങനെ തന്നെയാണ്. വളരെ പവർഫുള്ളായ റോളാണ് മമ്മൂട്ടിക്ക് D55-ൽ. അദ്ദേഹത്തിൻ്റെ സീനുകൾ കുറവാണെങ്കിലും വളരെ പവർഫുള്ളായ റോളാണ്. അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുള്ള സമയമാണ്. എന്നിട്ടും അദ്ദേഹം ആ റോൾ ചെയ്യാൻ ഏറ്റു. മമ്മൂട്ടി സാർ എന്ത് തരം റോള് ചെയ്യുമെന്ന് ദളപതിയിൽ തെളിയിച്ചതാണ്. ഇപ്പോൾ വന്ന കളങ്കാവിൽ പോലും അദ്ദേഹത്തിൻ്റെ സൈക്കോ റോളാണ്. മറ്റൊരു ഹീറോയും അത് ചെയ്യാൻ തയ്യാറാകില്ല. മലയാളം ഇൻഡസ്ട്രിയിൽ കഥയ്ക്കാണ് മുഖ്യം. വെങ്കിയുടെ വാക്കുകൾ. ചിത്രത്തിൽ മമ്മൂട്ടിക്ക് 35 കോടി രൂപ പ്രതിഫലം നൽകാനായിരുന്നു ആദ്യം ധാരണ. എന്നാൽ ഈ പ്രതിഫലം മമ്മൂട്ടി നിരസിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇത്രയും വലിയ പ്രതിഫലം വേണ്ട എന്നായിരുന്നു അത്രേ മമ്മൂട്ടിയുടെ പ്രതികരണം. ഒടുവിൽ 24 കോടി രൂപ പ്രതിഫലമായി ഉറപ്പിക്കുകയായിരുന്നു. മമ്മൂട്ടിയുടെ ഈ തീരുമാനം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനന്ദനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ചിത്രത്തിൽ 45 കോടി രൂപയാണ് ധനുഷിന്റെ പ്രതിഫലം. ചിത്രത്തിൽ നായികയായി എത്തുന്ന സായ് പല്ലവിക്ക് 12 കോടിയാണ് പ്രതിഫലം. ശ്രീലേഖയ്ക്ക് 3 കോടിയാണ് പ്രതിഫലം. ശ്രീലേല ചിത്രത്തിൽ ഏതാനും രംഗങ്ങളിൽ മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിവരം. ചിത്രത്തിന്റെ സംവിധായകനായ രാജ്കുമാർ പെരിയസ്വാമിയുടെ പ്രതിഫലം 15 കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സായി അഭിശങ്കറാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. അദ്ദേഹത്തിന് 3 കോടി രൂപയാണ് പ്രതിഫലം.